गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः गुरुर्साक्षात् परं ब्रह्म तस्मै श्री गुरवे नमः। ओम श्रीनारायण गुरुराद्यां शिवलिंगार्य मध्यमाम् श्रीबोधानंद संसरन्ति अस्मदाचार्य पर्यन्तां शिष्य संघान्वितां शुभां गुरुचैतन्य समन्वितां दिव्यां ज्ञानप्रवाहिनीं वन्दे तां चेतनां पुनः। ओम श्रीनारायण परमगुरवे नमः। ओम श्री शारदाम्बिकायै नमः। സ്മൈൽ സാധന ട്രസ്റ്റിന്റെ ബഹുമാനപ്പെട്ട ഭാരവാഹികൾ, ഇന്നീ പഠന ക്ലാസ് ശ്രമിക്കാൻ എത്തിച്ചേർന്നിരിക്കുന്ന ഗുരുധർമ്മ പഠിതാക്കൾ, സജ്ജനങ്ങൾ, എല്ലാവർക്കും സ്വാഗതം. മഹാകവിയും ഗുരുവിന്റെ ശിഷ്യോത്തമനുമായ കുമാരനാശാൻ രചിച്ച ശാരദാഷ്ടകമാണ് നമ്മൾ അധ്യയനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഒന്നാമത്തെ ശ്ലോകത്തെ വിചാരം ചെയ്തു. കയ്യിലെ വീണയിൽ നിന്ന് വരുന്ന നാദത്തെ ആസ്വദിച്ചിരിക്കുന്ന നാദബ്രഹ്മസ്വരൂപിണിയായ, അതുപോലെ അറിവിന്റെ ദേവതയായ അക്ഷരസ്വരൂപിണിയായി ഈ ജഗത്ത് മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന അക്ഷര ബ്രഹ്മസ്വരൂപിണി, ശബ്ദബ്രഹ്മസ്വരൂപിണിയായ ശാരദാദേവി മമ ശ്രിയം വ്യാതനോട്, എന്റെ ഐശ്വര്യത്തെ വർദ്ധിപ്പിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ് ഒന്നാമത്തെ ശ്ലോകത്തിൽ നമ്മൾ ശ്രദ്ധിച്ചത്. രണ്ടാമത്തെ ശ്ലോകത്തിലും മനോഹരമായ ഒരു പ്രാർത്ഥനയാണ് കുമാരനാശാൻ വരച്ചു കാണിക്കുന്നത്. ശ്ലോകം 2. സാത്വികി ഗുണവിലാസ ചിത്രിത യാത് മന പരമ പാവനീ കല സാ ശിവാനി വിദദാതു ശാരദ ശാരദേന്ദു കിരണോജ്വലാകൃതി. ഒന്നും കൂടി ചൊല്ലാം. ഇത് മനോഹരമായി പാടാൻ അറിയുന്നവർക്ക് നല്ല ഈണത്തിൽ പാടാവുന്നതാണ്. സാത്വികി ഗുണവിലാസ ചിത്രിത യാത്മന പരമ പാവനീ കല സാ ശിവാനി വിദദാതു ശാരദ ശാരദേന്ദു കിരണോജ്വലാകൃതി. അപ്പൊ ഈ ശ്ലോകത്തിൽ പദങ്ങൾ പിരിക്കേണ്ടുന്ന സങ്കീർണമായ സന്ധികളൊന്നുമില്ല. നമ്മൾ ഈ ശ്ലോകം വായിക്കുമ്പോൾ തന്നെ അതിലെ പദങ്ങൾ നമുക്ക് അർത്ഥബോധത്തെ ഉണ്ടാക്കുന്നുണ്ട്. ഇതിന്റെ അന്വയം ചിന്തിച്ചു കഴിഞ്ഞാൽ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തു, ഏതൊരു ശ്ലോകത്തിനും സംസ്കൃതത്തിൽ ക്രിയാപദത്തെ ലഭിച്ചു കഴിഞ്ഞാൽ ആ ക്രിയാപദത്തെ ആധാരമാക്കി നമുക്ക് അർത്ഥത്തെ കണ്ടെത്താൻ എളുപ്പമായിരിക്കും. ഇവിടെ ക്രിയാപദം എന്ന് പറയുന്നത് കഴിഞ്ഞ ശ്ലോകത്തിൽ വ്യാപനോതു എന്നതായിരുന്നെങ്കിൽ ഇവിടെ വിധദാതു എന്നാണ്. വിധദാതു എന്ന് പറഞ്ഞാൽ നൽകട്ടെ എന്നാണ്. ഒരുപാട് അർത്ഥമുണ്ട്. മുഖ്യമായ അർത്ഥം നൽകട്ടെ, പ്രദാനം ചെയ്യട്ടെ, കൊടുക്കട്ടെ എന്നൊക്കെയാണ് അർത്ഥം. കൊടുക്കട്ടെ എന്നല്ല, നൽകട്ടെ. അപ്പൊ എന്താണ് നൽകേണ്ടത്? പറയുന്നു സാ ശാരദ വിദദാതു, ആ ശാരദ നൽകട്ടെ. അപ്പൊ മൂന്നാമത്തെ വരിയിൽ ആദ്യത്തെ ഒരു പദം കാണാം, സാ എന്ന് പറഞ്ഞാൽ. അതുപോലെ മൂന്നാമത്തെ വരിയിൽ തന്നെ അവസാനം കാണാം ശാരദ എന്ന് പറയാം. അത് രണ്ടും ചേർത്ത് കഴിഞ്ഞാൽ സാ ശാരദ എന്നാണ് അർത്ഥം. വിദദാതു, ആ ശാരദ നൽകട്ടെ, ആ ശാരദാംബിക നൽകട്ടെ, ആ ശാരദാദേവി നൽകട്ടെ എന്നൊക്കെ അർത്ഥം. എന്താണ് നൽകേണ്ടത്? മൂന്നാമത്തെ വരിയിൽ രണ്ടാമത്തെ ഒരു പദം കാണാം, ശിവാനി എന്നാണ് പറഞ്ഞത്. സത്യത്തിൽ ശിവാനി എന്നുള്ള പദം നമ്മൾ സ്വാഭാവികമായിട്ടും ശാരദയുടെ മറ്റൊരു പര്യായമായ ശിവാനി ആണോ എന്ന് ഓർമ്മിക്കും. ആ ശിവാനി എന്നിവിടെ പദം ശിവം എന്നാണ്.
ശിവം. ശിവത്തിന്റെ ബഹുവചനമാണ് ശിവാനി എന്ന്. നപുംസകലിംഗത്തിൽ ശിവം മംഗളങ്ങൾ എന്നർത്ഥം വരുന്ന പദം. അതിന്റെ പ്രഥമയിലും ദ്വിതീയയിലും വരുന്ന ബഹുവചന പദമാണ് ശിവാനി. ഇപ്പൊ ശിവാനി എന്നുള്ളതിന് അർത്ഥം മംഗളങ്ങളെ എന്നാണ്. അപ്പൊ ആ ശാരദ ശിവാനി വിദദാതു, സാ ശാരദ ശിവാനി വിദദാതു, ആ ശാരദ മംഗളങ്ങളെ നൽകട്ടെ എന്നുള്ളത്. അപ്പൊ ആദ്യ പദം നമുക്ക് കിട്ടി. ഇനി ആ ആദ്യ പദത്തിൽ നിന്ന് ശ്ലോകത്തിന്റെ മറ്റ് താല്പര്യങ്ങളെ ഗ്രഹിക്കുവാൻ എളുപ്പമായിരിക്കും. ആ ശാരദ മംഗളങ്ങളെ നൽകട്ടെ. ഏത് ശാരദയാണ്? അപ്പോ രണ്ടാമത്തെ വരിയിൽ യാത്മന എന്നൊരു പദം കാണാം. അപ്പൊ യാ ദീർഘ യാ പ്ലസ് ആത്മനഹ എന്നാണ്. അത് സന്ധി ചേർന്ന് യാത്മന എന്നായിട്ട് മാറും. അതിന് യാ എന്നുള്ളത് നമ്മൾ എടുക്കുന്നു. യാ എന്ന് പറഞ്ഞാൽ യാതൊരുവൾ, ഏതൊരുവൾ എന്നൊക്കെ അർത്ഥം വരും. അപ്പോ യാ എന്നുള്ളത് ആദ്യമേ എടുത്തു വെക്കുക. എന്നിട്ട് ശാരദാദേവിയുടെ വിശേഷണങ്ങൾ അതിന്റെ കൂടെ ചേരും. ആ ശാരദ മംഗളങ്ങളെ നൽകട്ടെ എന്ന് പറയുമ്പോൾ ഏത് ശാരദ, എങ്ങനെയുള്ള ശാരദ എന്നുള്ളത് ശ്ലോകത്തിൽ നിർബന്ധമായി പറഞ്ഞിട്ടുണ്ടാകും. അപ്പൊ ശ്ലോകത്തെ പരിശോധിക്കുകയാണെങ്കിൽ ശാരദാംബികയുടെ നിരവധി വിശേഷണങ്ങൾ ഈ ശ്ലോകത്തിൽ നൽകിയിട്ടുണ്ട്. അതിലൊന്നാമത്തെ വിശേഷണമാണെന്ന് സാത്വികി എന്നുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞു യാ എന്നുള്ളത് മുമ്പിൽ ചേർത്ത് സാത്വികിയെ മനസ്സിലാക്കാം. അപ്പൊ എങ്ങനെ മനസ്സിലാക്കാം? യാ സാത്വികി, ആരാണോ സത്വഗുണ സ്വരൂപിണിയായത്, സാ ശാരദ ശിവാനി വിദാതു, സാ ശാരദ ശിവാനി വിദാതു, അങ്ങനെയുള്ള ആ ശാരദ മംഗളങ്ങളെ നൽകട്ടെ. അപ്പൊ എങ്ങനെ അന്വയം ചെയ്യാം? യാ സാത്വികി സാ ശാരദ ശിവാനി വിദാതു, ആരാണോ സത്വഗുണ സ്വരൂപിണിയായത് അങ്ങനെയുള്ള ആ ശാരദാദേവി മംഗളങ്ങളെ നൽകട്ടെ. ഒന്നാമത്തെ വിശേഷണം സാത്വികി എന്നാണ്. ഇപ്പൊ രണ്ടാമത്തെ വിശേഷണം അതേ ശ്ലോകത്തിൽ കാണാം. ആദ്യ പദത്തിൽ സാത്വികി കഴിഞ്ഞാൽ അടുത്ത പദം ഗുണവിലാസ ചിത്രിത. ഇതിനെ ഒരുമിച്ച് മനസ്സിലാക്കണം. ഗുണവിലാസ ചിത്രിത എന്നുള്ളത്. ഇപ്പൊ ഗുണവിലാസ ചിത്രിത എന്നുള്ളത് എങ്ങനെയുള്ള ശാരദ എന്നുള്ളതിന്റെ രണ്ടാമത്തെ വിശേഷണമാണ് അങ്ങനെയുള്ള ശാരദ. ഒന്നാമത്തത് സാത്വികയായ ശാരദ, രണ്ടാമത്തത് ഗുണവിലാസ ചിത്രിതയായ ശാരദ. യാ ഗുണവിലാസ ചിത്രിത, ആരാണോ ഗുണങ്ങളുടെ വിലാസത്താൽ, വിലാസം എന്ന് പറയുന്ന പ്രകടനം, പ്രദർശനം എന്നൊക്കെ അർത്ഥമാണ്. കളികൾ, ലീല, മുഖ്യമായിട്ടും പ്രകടനം എന്നത് ഗുണങ്ങളുടെ പ്രകടനത്താൽ ചിത്രിതയായവർ. ചിത്രിത എന്ന് പറയുമ്പോൾ അലങ്കൃതയായവർ, അലങ്കരിക്കുക, അതിനെ ഭംഗിയാക്കി അലങ്കരിച്ചു വെക്കുക, ചിത്രണം ചെയ്ത് ചിത്രിതയാക്കുക. അപ്പോ ഗുണങ്ങളുടെ പ്രകടനത്താൽ അലങ്കൃതയായവർ എന്നാണ് ഗുണവിലാസ ചിത്രിത. അപ്പൊ നമുക്ക് എങ്ങനെയാണ് അന്വയം ചെയ്യേണ്ടത്? യാ ഗുണവിലാസ ചിത്രിത സാ ശാരദ ശിവാനി വിദാതു, ആരാണോ ഗുണങ്ങളുടെ പ്രകടനത്താൽ അലങ്കൃതയായവൾ അങ്ങനെയുള്ള ആ ശാരദാദേവി, ആ ശാരദാംബിക മംഗളങ്ങളെ നൽകട്ടെ. ശിവാനി വിദാതു, മംഗളങ്ങളെ നൽകട്ടെ. ഇനി മറ്റൊരു വിശേഷണം കൂടി ശ്ലോകത്തിൽ കാണാം. എന്താണ് ആ വിശേഷണം? അവസാന വരിയിൽ കാണാം. അവസാന വരിയിൽ യാ ശാരദേന്ദു കിരണോജ്വലാകൃതി, യാ ശാരദേന്ദു കിരണോജ്വലാകൃതി. യാ എന്നുള്ള നമ്മൾ കൂട്ടിച്ചേർത്താണ്. അപ്പൊ ശാരദേന്ദു എന്ന് പറഞ്ഞ ശരത്കാല ചന്ദ്രൻ. ശരത്കാല ചന്ദ്രന്റെ കിരണങ്ങൾ പോലെ ഉജ്ജ്വലവും പ്രകാശമാനവുമായ രൂപത്തോട് കൂടിയവൾ. അപ്പൊ ആരാണോ ശരത്കാല ചന്ദ്രന്റെ കിരണങ്ങൾ പോലെ ഉജ്ജ്വലവും പ്രകാശമാനവുമായ രൂപത്തോട് കൂടിയവൾ, ആ ശാരദ മംഗളങ്ങളെ നൽകട്ടെ. അപ്പൊ എങ്ങനെ വായിക്കാം? യാ ശാരദേന്ദു കിരണോജ്വലാകൃതി സാ ശാരദ ശിവാനി വിദാതു, ആരാണോ ശരത്കാല ചന്ദ്രന്റെ കിരണങ്ങൾ പോലെ ഊർജ്ജസ്വലവും ഉജ്ജ്വലവും പ്രകാശമാനവുമായ രൂപത്തോട് കൂടിയവൾ, ആ ശാരദ മംഗളങ്ങളെ നൽകട്ടെ. ഇനി മറ്റൊരു വിശേഷണം കൂടിയുണ്ട്. അത് നമുക്ക് രണ്ടാമത്തെ പദത്തിൽ കാണാം. എന്താണ് ആ വിശേഷണം? ആത്മനഃ പരമപാവനി കല എന്നുള്ളതാണ്. അപ്പൊ ആത്മന എന്നുള്ളതിലെ യാ നമ്മൾ ഈ ആത്മന എന്നുള്ളതിലെ യാ എടുത്തു മാറ്റിയിട്ടാണ് ശേഷിക്കുന്ന ആത്മനഃ. ആത്മനഃ എന്ന് പറഞ്ഞാൽ പരമാത്മാവിൻ്റെതാണ്. പരമാത്മാവിന്റെ പരമപാവനി കല.
പരമാത്മാവിന്റെ ഏറ്റവും പവിത്രമായ കല. കല എന്ന് പറയുമ്പോൾ പാർട്ട് എന്നർത്ഥം, അവയവം എന്നർത്ഥം. പക്ഷെ ഇവിടെ അവയവത്തെക്കാൾ ചേരുന്നത് അംശം അഥവാ ആവിഷ്കാരമാണ്. പരമാത്മാവിന്റെ ആവിഷ്കാരം. ഇപ്പൊ സൂര്യന്റെ ഒരു ആവിഷ്കാരമാണ് പ്രകാശം എന്ന്. സൂര്യന്റെ കല പാർട്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ആ പാർട്ട് എന്നുള്ള ശബ്ദത്തെ ആവിഷ്കാരം എന്ന അർത്ഥത്തിൽ മനസ്സിലാക്കിയാൽ കുറച്ചുകൂടി അതിനൊരു ഭംഗി ഉണ്ടാകും. സൂര്യന്റെ ആവിഷ്കാരമാണ്, സൂര്യന്റെ കലയാണെന്ന് പ്രകാശം എന്ന് പറയുന്നത്. അതുപോലെ പരമാത്മാവിന്റെ ഏറ്റവും പവിത്രമായ അംശമാണ്, പവിത്രമായ കലയാണ് ശാരദാദേവി. ആ വിശേഷണം നമ്മൾ എങ്ങനെ ചേർത്ത് മനസ്സിലാക്കുന്നു? യാ ആത്മനഃ പരമപാവനീ കല. യാതൊരുവളാണോ അല്ലെങ്കിൽ ആരാണോ പരമാത്മാവിന്റെ പരമപാവനി, പരമപവിത്രമായ ആവിഷ്കാരമായ അംശമായി വിളങ്ങുന്നവൾ, സാ ശാരദ ശിവാനി വിദാതു. ആ ശാരദ മംഗളങ്ങളെ നൽകട്ടെ എന്നാണ്. ഇത്രയും അതിന് അന്വയം. ഇനി അന്വയത്തിന്റെ ആകെ തുകയായി അതിന്റെ അർത്ഥത്തെ മനസ്സിലാക്കും. എന്താണ് ആകെ തുക? ആകെ തുക എങ്ങനെയാണ്? സത്വഗുണ സ്വരൂപിണിയായവളും ഗുണവിലാസത്താൽ അലങ്കൃതയായവളും ശരത്കാലത്തെ ചന്ദ്രനെ പോലെ ഉജ്ജ്വലവും പ്രകാശമാനവുമായ രൂപത്തോടു കൂടിയവളും പരമാത്മാവിന്റെ പരമപവിത്രമായ അംശ സ്വരൂപിണിയായവളും ആയിരിക്കുന്ന ആ ശാരദാദേവി, ആ ശാരദാംബിക മംഗളങ്ങളെ നൽകട്ടെ എന്നർത്ഥം. അതിമനോഹരമായ ഒരു അർത്ഥമാണ് ഈ ശ്ലോകത്തിൽ ആശാൻ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ നമ്മൾ ഈ മൂന്നാമത്തെ വരിയിലെ ശിവാനി എന്നുള്ള പദത്തിന്റെ അർത്ഥം, ആ പദത്തിന്റെ അർത്ഥം അതൊരു നാമപദമായി, മീൻസ് പാർവതി അല്ലെങ്കിൽ ശാരദ എന്നിവയുടെ പര്യായമായ ശിവാനിയായി മനസ്സിലാക്കാതെ ശിവം എന്നുള്ളതിന്റെ ബഹുവചനമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് അർത്ഥത്തെ ഗ്രഹിക്കാൻ സാധിക്കും. മംഗളങ്ങളെ നൽകട്ടെ എന്നർത്ഥം. ഈ 4 വിശേഷണങ്ങളാൽ യുക്തയായ ശാരദാദേവി മംഗളങ്ങളെ നൽകട്ടെ. ഇതാണ് പ്രാർത്ഥന. നോക്കൂ, ഈ വിശേഷണങ്ങളിലൂടെ ജഗദംബിയെ നമ്മൾ അനുസന്ധാനം ചെയ്താൽ ഈ കൃതിയുടെ മർമ്മത്തെ സ്പർശിക്കാൻ കഴിയും. ഒന്നാമത്തെ വിശേഷണം സാത്വികി എന്നാണ്. സാത്വികി, സത്വസ്വരൂപിണിയായിരിക്കുന്നവർ. ഇപ്പൊ 3 പ്രകാരത്തിലുള്ള ഗുണങ്ങൾ ഉണ്ട് എന്ന് ഇതിനകം നമ്മൾ വിവിധ ഗ്രന്ഥങ്ങളെ അധ്യയനം ചെയ്തപ്പോൾ മനസ്സിലാക്കി. സത്വഗുണം, രജോ ഗുണം അഥവാ തമോ ഗുണം. ഈ 3 ഗുണങ്ങളും സ്വയം സ്വതന്ത്രമാണ്. പക്ഷെ ഇവയുടെ അനുപാതം നിരന്തരം മാറി മാറിക്കൊണ്ടിരിക്കുന്നു. ഈ 3 ഗുണങ്ങളിൽ പരിപൂർണമായി മാലിന്യമേൽക്കാതെ, മാലിന്യം എന്ന് പറഞ്ഞാൽ മറ്റു ഗുണങ്ങളുടെ കലർപ്പില്ലാത്ത ശുദ്ധരൂപത്തിൽ വർത്തിക്കുന്ന ശുദ്ധ സത്വഗുണം. ഈ ശുദ്ധ സത്വഗുണമാണ് അറിവിനെ സൂചിപ്പിക്കുന്നത്, അഥവാ അറിവിനെ നമ്മളിൽ ജനിപ്പിക്കുന്നത്. മാത്രമല്ല ഈശ്വരൻ എന്നുള്ള ഒരു പദം, ഈശ്വരൻ എന്നുള്ള സ്വപ്ന, ആ പദത്തെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ ജഗത്തിന് ഒരു ഈശ്വരനുണ്ടെന്ന്. വേദാന്ത ദർശനത്തിൽ പരബ്രഹ്മം എന്ന് പറയുന്നത് അവിടെ സൃഷ്ടിയുമില്ല, സൃഷ്ടികർമ്മവുമില്ല. സൃഷ്ടിയും സൃഷ്ടികർമ്മവും ഉണ്ടാകുമ്പോൾ ഒരു സ്രഷ്ടാവിനെ മാനിക്കേണ്ട കാര്യമാണ്. സർവവ്യാപിയായൊരു തത്വം എന്തിനെയാണ് ഉണ്ടാക്കേണ്ടത്? കാരണം എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നു. പിന്നെ തന്നിൽ നിന്ന് അന്യമായിട്ട് മറ്റെന്തെങ്കിലും ഒന്നിനെ ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ? എങ്കിലും ഈ കാണപ്പെടുന്ന സൃഷ്ടിയെ, പ്രപഞ്ചത്തെ നമ്മൾ മാനിച്ചു കഴിഞ്ഞാൽ ഈ ജഗത്ത് ഉണ്ടാകുന്നത് ആ സർവവ്യാപിയായ പരബ്രഹ്മ തത്വം ഈശ്വരൻ എന്ന് പറയുന്ന ഒരു സംജ്ഞയെ, ഒരു പദത്തെ സ്വീകരിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ ഒരു പദവിയിലേക്ക് വരുമ്പോഴാണ് ഈ ജഗത്ത് ഉണ്ടാകുന്നത്. ഇപ്പൊ ഈശ്വരൻ എന്ന് പറയുന്ന പദവിയെ സ്വീകരിക്കാൻ ഒരു ഉപാധിയെ സ്വീകരിക്കുന്നു. ആ പരബ്രഹ്മം ഒരു ഉപാധിയെ സ്വീകരിക്കുമ്പോൾ ആ ഉപാധിയിലൂടെ ആ പരബ്രഹ്മം അറിയപ്പെടുമ്പോൾ അതിന് ഈശ്വരൻ എന്ന് പറയുന്നു. കാരണം നമുക്കറിയാം, നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ഉള്ള അന്ധകരണം, മനസ്സ്, ആ അന്ധകരണത്തിൽ അതേ പരബ്രഹ്മം തന്നെ പ്രതിഫലിക്കുമ്പോൾ നമ്മൾ എന്ത് പറയുന്നു? അന്ധകരണ പ്രതിബിംബിത ചൈതന്യം എന്ന് പറയും. അതിനെയാണ് നമ്മൾ ജീവനായിട്ട് മനസ്സിലാക്കുന്നത്. അപ്പൊ വാസ്തവത്തിൽ പരബ്രഹ്മം പരമമായ സദ്വസ്തു മാത്രമേ ഉള്ളൂ. എന്നാൽ ആ സദ്വസ്തു ഒരു ഉപാധിയോട് ചേരുമ്പോൾ, ഉപാധി എന്ന് പറഞ്ഞാൽ
ഉപേ സമീപേ സ്ഥിത്വ സ്ത്രീയാൻ ഗുണാൻ അന്യത്ര ആദിയത്. സമീപത്തിരുന്നു കൊണ്ട് തന്റെ ഗുണത്തെ മറ്റൊന്നിലേക്ക് പകരുന്നു. ഇതാണ് ഉപാധി. അപ്പൊ അന്ധകരണം, നമ്മുടെ അന്ധകരണമാകുന്ന ഉപാധിയിലേക്ക് പരബ്രഹ്മ ചൈതന്യം വരുമ്പോൾ ആ ഉപാധിയുടെ ധർമ്മവിശേഷണങ്ങളാൽ യുക്തമായി എന്തായിട്ട് മാറുന്നു? ജീവനായിട്ട് മാറും. അതേപോലെ സമഷ്ടിയിലുള്ള വിശുദ്ധ സത്വം എന്ന് പറയുന്ന, സത്വം എന്ന് പറയുന്ന ഏറ്റവും പവിത്രമായ സത്വഗുണം എന്ന് പറയുന്ന ആ ഉപാധിയെ പരബ്രഹ്മം സ്വീകരിക്കുമ്പോൾ അതിനെ ഈശ്വരൻ എന്ന് പറയുന്നു. അതുകൊണ്ട് ഈശ്വരന്റെ ഒരു സജ്ഞയായിട്ട് മായ ഉപാധിസ്ഥൻ എന്ന് പറയുന്നു വേദാന്ത ദർശനത്തിൽ. മായയെ ഉപാധിയായി സ്വീകരിക്കും. മായയെ ഉപാധിയായി സ്വീകരിക്കുക എന്ന് പറയുമ്പോൾ ആ മായയിലെ 3 ഗുണങ്ങളിലെ ഏറ്റവും സാത്വികമായ സത്വഗുണത്തെ ഉപാധിയായി സ്വീകരിക്കുന്നു. അപ്പൊ ഇവിടെ മായ എന്ന് പറയുന്നത് തന്നെയാണ് ജനനി അഥവാ ശാരദാംബിക. സാത്വിക എന്നുള്ള വിശേഷണത്താൽ ഈ ജഗത്തിനെ സൃഷ്ടിച്ച് നിയന്ത്രിച്ച് പരിപാലിക്കുന്ന ഈശ്വരൻ സത്വഗുണം എന്ന് പറയുന്ന ശാരദാംബിക ആ ചൈതന്യത്തെ ഉപാധിയായി എടുത്തുകൊണ്ട് പരബ്രഹ്മം ഈശ്വരൻ എന്ന രൂപത്തിൽ വർത്തിക്കുന്നു. ഇതാണ് നമ്മൾ സാത്വികം എന്ന പദത്തിലൂടെ മനസ്സിലാക്കുന്നത്. ഇത് നോക്കിക്കഴിഞ്ഞാൽ ഈ പ്രപഞ്ചത്തിന് ക്രമമില്ലായ്മയുണ്ട്. ഈ ക്രമമില്ലായ്മയെല്ലാം നീക്കി സന്തുലിതാവസ്ഥ നിലനിർത്തുന്ന ആധാരശക്തി എന്ന് പറയുന്നത് സത്വഗുണ സ്വരൂപിണിയായ ജഗദംബിക തന്നെയാണ്. ഇപ്പൊ സത്വത്തിന്റെ ഏറ്റവും ഒരു സാത്വിക ഭാവത്തിന്റെ ഏറ്റവും ഒരു അടിസ്ഥാനം എന്ന് പറയുന്ന എല്ലാ അവ്യവസ്ഥിതികളെയും, എല്ലാ അക്രമത്തെയും, അക്രമം എന്ന് പറയുമ്പോൾ നമ്മുടെ മലയാളത്തില് അക്രമം, അറ്റാക്ക് അല്ല, മറിച്ച് ക്രമമില്ലായ്മ, എല്ലാ ക്രമമില്ലായ്മയെയും നീക്കി ഇതിനെ വ്യവസ്ഥപ്പെടുത്തുന്നത് സത്വഗുണമാണ്. നമ്മുടെ ഉള്ളിൽ എത്രത്തോളം സാത്വികമായ ഗുണം വർദ്ധിക്കുന്നുവോ അത്രത്തോളം നമ്മൾ ജീവിതത്തിലും, വ്യക്തി ജീവിതത്തിലും സാമൂഹിക ജീവിതത്തിലും ഒരു വ്യവസ്ഥയിലേക്ക് വരും. ഇപ്പൊ നമ്മൾ സ്വയം പരിശോധിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു വ്യവസ്ഥയില്ലെങ്കിൽ, നമ്മൾ താമസിക്കുന്ന മുറി, ആ മുറിയിലെ സാധനങ്ങൾ പല ദിക്കിൽ വാരി വിതറി വലിച്ചിട്ടിരിക്കുന്നു. അതുപോലെ ജീവിതത്തിൽ രാവിലെ എഴുന്നേറ്റ് രാത്രി ഉറങ്ങുന്നത് വരെ ഒന്നിനും ഒരു വ്യവസ്ഥയില്ല. തോന്നുന്ന സ്ഥലത്ത് പോകുന്നു, തോന്നുന്ന കാര്യങ്ങൾ ചെയ്യുന്നു, അങ്ങോട്ട് ഓടുന്നു, ഇങ്ങോട്ട് ഓടുന്നു. പക്ഷെ എത്രമാത്രം നമ്മൾ സത്വഗുണം വർദ്ധിച്ചു വരുന്നുവോ അത്രത്തോളം എന്താണ് സംഭവിക്കുന്നത്? കൃത്യമായൊരു വ്യവസ്ഥ നമുക്കുണ്ടാകും. നമുക്ക് എല്ലാത്തിനെയും മാനേജ് ചെയ്യാൻ സാധിക്കും. സമയത്തെ മാനേജ് ചെയ്യാൻ സാധിക്കുന്നു, സംഭവങ്ങളെ മാനേജ് ചെയ്യാൻ സാധിക്കുന്നു. അങ്ങനെ ജീവിതം വ്യവസ്ഥാപിതമായി തീരും. ഇപ്പൊ എവിടെയാണോ നമ്മൾ നല്ല വ്യവസ്ഥയെ ദർശിക്കുന്നത് മനസ്സിലാക്കാം, അതിന്റെ പുറകിൽ സത്വഗുണത്തിന്റെ വലിയ ആധിക്യമുണ്ട്. ഒരു സ്ഥലത്തേക്ക് വന്ന്, ഒരു ആശ്രമത്തിലേക്ക് വന്ന്, അല്ലെങ്കിൽ സ്ഥാപനത്തിലേക്ക് വന്ന് നോക്കിക്കഴിഞ്ഞാൽ അവിടെ എല്ലാം കൃത്യമായി, അവിടെ നല്ലൊരു ഓഫീസുണ്ട്, അതേപോലെ മറ്റു സാഹചര്യങ്ങളുണ്ട്, എല്ലാം ക്രമബദ്ധമാണ്. അപ്പൊ മനസ്സിലാക്കാം ഇതിന്റെ പുറകിൽ സത്വഗുണത്തിന്റെ വലിയ ആധിക്യമുണ്ട് ആ വ്യവസ്ഥയുടെ പുറകിൽ. അപ്പൊ അങ്ങനെ മനസ്സിലാക്കി നമ്മൾ ഈ പ്രപഞ്ചത്തെ നോക്കുമ്പോൾ ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് ഏറ്റവും അത്ഭുതകരമായ വ്യവസ്ഥയാണ്. ഇത്രയും കൃത്യമായി ഇതിനെ വ്യവസ്ഥാപിതമാക്കി നിലനിർത്തുന്നത് ഉറപ്പായിട്ടും വലിയ ഒരു സത്വഗുണമായിരുന്നു. അപ്പൊ ഈ ജഗത്തിൽ ഇത്ര അധികം ഒരു വ്യവസ്ഥയെ നാം കാണുന്നുണ്ടെങ്കിൽ ആ ജഗത്തിന്റെ പുറകിൽ സത്വഗുണത്തിന്റെ വൻതോതിലുള്ള ആധിക്യമുണ്ടെന്ന് മനസ്സിലാക്കും. എന്തുകൊണ്ടാണ്? കാരണം സാത്വിക സ്വരൂപിണിയായ ജഗദംബികയാണ് ഈ ജഗത്തിനെ ഈ രീതിയിൽ വ്യവസ്ഥപ്പെടുത്തിയിരിക്കുന്നത്. മാത്രമല്ല സത്വഗുണത്തിന്റെ സ്വരൂപം എന്ന് പറയുന്നത് പരമമായ ശാന്തതയാണ്. ഏറ്റവും പരമമായ ശാന്തത. നമ്മുടെ ഭൗതിക ശാസ്ത്രമൊക്കെ പറയും എന്താണ്, 0 പോയിന്റ് എനർജി എന്ന് പറയും. ഏറ്റവും പരമമായ ശാന്തത. ആ പരമമായ ശാന്തത ആക്ച്വലി അത് വാക്വമല്ല, അതായത് ശൂന്യതയല്ല, അവിടെ ഒന്നും ഇല്ലാതില്ല. മറിച്ച് ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിക്കാൻ ആവശ്യമായ വലിയ ഊർജം ആ പരമമായ ശാന്തതയിലുണ്ട്. ആ പരമമായ ശാന്തതയിൽ നിന്നാണ് ഈ കാണപ്പെടുന്ന അണ്ടകടാഹം മുഴുവൻ ഉത്പന്നമായിരിക്കുന്നത്. ഈ അണ്ടകടാഹത്തെ മുഴുവൻ ഉത്പന്നമാക്കാൻ ആവശ്യമായ ഊർജം ഉറങ്ങിക്കിടക്കുന്ന അനന്തമായ സാധ്യതകളുടെ ഇടമാണ് ആ പരമമായ സാത്വിക ഭാവം എന്ന് പറയുന്നത്. ആ പരമമായ സാത്വിക ഭാവത്തെയാണ് ദേവി ശാരദാംബിക എന്ന് പറയുന്നത്. ഈ ലോകത്തെ മുഴുവൻ സൃഷ്ടമാക്കാൻ ആവശ്യമായ ഊർജം ശാന്ത സ്വരൂപത്തിൽ പരമമായ വിശ്രാന്തിയിൽ ഏത് ഒരിടത്താണോ കുടികൊള്ളുന്നത്
ആ സ്ഥാനവിശേഷത്തെ എന്ത് പറയാം? സാത്വിക സ്വരൂപിണിയായ ശാരദാംബിക എന്ന് പറയും. ഇനി രണ്ടാമത്തെ വിശേഷണമാണ് ഗുണവിലാസ ചിത്രിത എന്ന് പറയുന്നത്. അപ്പൊ ഗുണവിലാസ ചിത്രിത എന്താണ് എന്നുള്ളത് നമ്മൾ ആദ്യം പഠിച്ചു. ഗുണങ്ങളുടെ വിലാസത്താൽ അലങ്കൃതമാക്കിയത്, അലങ്കൃതമായവ എന്നത്. ഇപ്പൊ സത്വരജോസ് തമോ ഗുണങ്ങളുടെ ചലനാത്മകമായ പ്രകടനം വഴി ഈ പ്രപഞ്ചരൂപമായി വിരിഞ്ഞു നിൽക്കുന്ന, ഈ ജഗത്ത് വിരിഞ്ഞു നിൽക്കുന്ന അവസ്ഥയാണെന്ന് പറയുന്നത് ഗുണവിലാസ ചിത്രിത എന്ന് പറയുന്നത്. 3 ഗുണങ്ങൾ, ആ 3 ഗുണങ്ങളുടെ ചലനാത്മകമായ പ്രകടനം, ആ ചലനാത്മകമായ പ്രകടനത്തെയാണ് എന്ത് പറഞ്ഞു? വിലാസം എന്ന് പറയുന്നത്. ഗുണവിലാസത്തിലെ വിലാസം, ആ ലീല, ആ കളി, ആ ഗെയിം, പ്ലേ എന്താണ്? അത് ഈ സത്വം, രജസ്, തമസ് എന്ന് പറയുന്ന ഈ 3 ഗുണങ്ങളുണ്ട്. ഈ 3 ഗുണങ്ങളുടെ ചലനാത്മകമായ പ്രകടനമുണ്ട്. ആ ചലനാത്മകമായ പ്രകടനത്തിന്റെ ആധാരത്തിലാണ് എന്ത് സംഭവിക്കുന്നത്? ഈ ജഗത്ത്, ഈ പ്രപഞ്ചം ഇങ്ങനെ അലങ്കൃതമായി നിൽക്കുന്നു, ഈ പ്രപഞ്ച പുഷ്പം വിരിഞ്ഞു നിൽക്കുന്നത്. ചിന്തിക്കൂ, ഏകവും അദ്വിതീയവുമായ പരബ്രഹ്മം, ഒന്നായ മാമതി. ഗുരുദേവൻ പറഞ്ഞു ഒന്നായ മാമതി. ആ ഒന്നായ മാമതിയെ അനേകമാകുന്ന ഈ പ്രപഞ്ചമായി മാറ്റിമറിക്കണമെങ്കിൽ അവിടെ അതിമഹത്തായ ഒരു വിലാസം നടന്നിരിക്കണം. തീർച്ചയായും ആ വിലാസം എന്താണ്? ആ വിലാസത്തെയാണ് നമ്മൾ സൂപ്പർ ഇമ്പോസിഷൻ എന്ന് പറയുന്നത്. എന്താണ് സൂപ്പർ ഇമ്പോസിഷൻ? സംസ്കൃത ഭാഷയിലെ അധ്യാരോപം എന്നതിന്റെ ഇംഗ്ലീഷാണ്. അപ്പൊ അധ്യാരോപ ദർശനത്തിൽ നമ്മൾ ഈ ആശയത്തെ വിശദമായി പഠിച്ചിട്ടുണ്ട്. ചിതാത്മാവില് കേവലമായ സത്തയിൽ നാമരൂപങ്ങളെ ആരോപിച്ച് ഈ ജഗത്തായി കാണിച്ച് ഈ എന്താ പറയാ, ഈ പ്രപഞ്ചമായി ഇതിനെ വിരിയിച്ചു നിൽക്കുന്ന ആ ലീല എന്ന് പറയുന്നത് അത്ഭുത മാഹാത്മ്യത്തോടു കൂടിയുള്ള ലീലയാണ്. അതുകൊണ്ടാണ് ഗുണവിലാസം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ വിലാസം എന്നുള്ളത് ലീല, കളി എന്നുള്ള അർത്ഥം കൊടുത്താൽ എന്താണ് ആ കളി, എന്താണ് ആ ലീല? ആ ലീല എന്ന് പറയുന്നത് കേവലമായ സദ്വസ്തുവില് ദേവി എന്ത് ചെയ്തു? ദേവി ആ ഗുണങ്ങളിൽ ഒരു ഇളക്കം വരുത്തി, ആ ഗുണങ്ങളുടെ അനുഭാവത്തിൽ ഒരു വ്യതിയാനം വരുത്തി ഈ കാണപ്പെടുന്ന അണ്ടകടാഹത്തെ ദേവി ഉണ്ടാക്കിയിരിക്കുന്നു. അപ്പൊ ചിതാത്മാവിൽ ഈ നാമരൂപങ്ങളെ ആരോപിച്ച് ജഗത്തിനെ സൃഷ്ടമാക്കിയത് ആരാണ്? ദേവിയാണ്. അതുകൊണ്ട് ദേവി ആരാണ്? ദേവി ഗുണവിലാസ ചിത്രിതയാണ്. അപ്പൊ നമ്മുടെ ഗുരുദേവൻ തന്നെ ഈ ആശയത്തെ അതിമനോഹരമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ ആശയത്തെ നമ്മൾ ഇതിനകം പല സന്ദർഭങ്ങളിലായി വിചാരം ചെയ്തിട്ടുമുണ്ട്. മേലായ മൂലമതി ആലാവൃതം ജനനി നീ ലാസ്യമാടി വിടുമി കീലാല വായുനല കോലാഹലം ഭുവനം ആലാപമാത്രമഖിലം എന്നുള്ളത്. ആ ശ്ലോകത്തിന്റെ ഒരു സൂത്രരൂപത്തിലുള്ള വാക്യമാണ് ഗുണവിലാസ ചിത്രിത എന്നുള്ളത്. മേലായ മൂലമതി എന്താണ്? ഏകവും അദ്വിതീയവുമായ പരബ്രഹ്മമാണ്. ആ പരബ്രഹ്മത്തിൽ ലാസ്യ നൃത്തത്തെ ആടി ദേവി. ലാസ്യ നൃത്തം എന്ന് പറയുമ്പോൾ ഗുണങ്ങളുടെ പരസ്പരമുള്ള അനുപാതത്തിലുള്ള വ്യത്യാസം, കമ്പനം. നമ്മൾ 1-ാമത്തെ ശ്ലോകത്തിൽ പഠിച്ചിരിക്കുന്ന ആ വീണാനാദത്തിന്റെ കമ്പനം, ആ ഗുണങ്ങളുടെ വ്യതിയാനം. ആ ഗുണങ്ങളുടെ വ്യതിയാനം കൊണ്ട് എന്ത് സംഭവിച്ചു? മേലായ മൂലമതിൽ നിന്ന് കീലാല വായു അനല കോലാഹലം, ആകാശം, വായു, ജലം, അഗ്നി തുടങ്ങിയ പഞ്ചഭൂതാത്മകമായ ഈ ജഗത്ത് ഉണ്ടായി എന്ന് പറയും. നമുക്ക് നമ്മുടെ ഭൗതിക ശാസ്ത്രം തന്നെ, ഭൗതിക ശാസ്ത്രം, ക്വാണ്ടം ഫീൽഡ്, അതിൽ ആദ്യമായിട്ട് ചില ഇളക്കങ്ങൾ ഉണ്ടാകുമെന്ന് പറയും. അതേപോലെ സബാറ്റോമിക് തലങ്ങളിൽ സംഭവിക്കുന്ന അടിസ്ഥാന ഫലങ്ങളുടെ പരസ്പരമുള്ള ആകർഷണ വികർഷണ സങ്കീർണതകൾ, ഇതിൽ നിന്നാണ് ഈ കാണപ്പെടുന്ന വിസ്താരമേറിയ പ്രപഞ്ചം ഉണ്ടായിരിക്കുന്നത് എന്ന് ശാസ്ത്രം സമ്മതിക്കുന്നുണ്ട്. അപ്പൊ ഏറ്റവും അടിസ്ഥാനപരമായി നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഗുണങ്ങളുടെ പരസ്പരമുള്ള ഇടക്കമാണ്, വിനിമയമാണ്, കേവലം കമ്പനമാണെന്ന് മനസ്സിലാക്കും. ആ കമ്പനത്തിന്റെ അനുപാതത്തിലുള്ള വ്യതിയാനം കൊണ്ട് ഈ ജഗത്ത് ഉണ്ടായിരിക്കുന്നു. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഈ ആശയത്തെ വിചാരം ചെയ്യണം. വീണാനാദം എന്നുള്ളതിന്റെ വ്യാഖ്യാനത്തിന്റെ പശ്ചാത്തലത്തിൽ. കാരണം ആറ്റോമിക് തലങ്ങളിൽ എല്ലാ ദ്രവ്യങ്ങളിലും ഈ ന്യൂട്രോൺ, പ്രോട്ടോൺ, ഇലക്ട്രോൺ എന്നിവയുണ്ട്. ഒരേ സ്വരൂപത്തിൽ, അവരുടെ സ്വരൂപം മാറുന്നില്ല. പക്ഷേ പ്രോട്ടോണിന്റെ എണ്ണം കൂടുമ്പോഴോ കുറയുമ്പോഴോ അത് വ്യത്യസ്ത പദാർത്ഥങ്ങളായിട്ട് മാറി മാറി വരികയാണ്. അനേക വൈവിധ്യങ്ങൾ. പക്ഷെ പ്രോട്ടോൺ എന്ന് പറയുന്ന ആ വസ്തു സ്വരൂപതയാ എല്ലാ പദാർത്ഥങ്ങളിലും ഒന്നാണ്. ഒരു പദാർത്ഥത്തിൽ പ്രത്യേക ആകൃതിയിലുള്ള പ്രോട്ടോൺ, മറ്റു പദാർത്ഥത്തിൽ പ്രത്യേക ആകൃതിയുള്ള വേറെ ഡിസൈനുള്ള ഇലക്ട്രോൺ എന്നിവയില്ല. ഇവയെല്ലാം സ്വരൂപതയാ എല്ലാത്തിലും ഒന്നാണ്. ഗുണങ്ങൾ എന്താണ്? സത്വം, രജസ്, തമസ് എല്ലാ പ്രപഞ്ച പദാർത്ഥങ്ങളിലും അടിസ്ഥാനമായിട്ട് ഒന്നാണ്.
പക്ഷെ ഇവയുടെ അനുപാതത്തിലുള്ള വൈവിധ്യം വരുമ്പോൾ, വ്യത്യാസം വരുമ്പോൾ ഈ ലോകത്ത് ഘടപടാദികൾ, അതേപോലെ അനേക വൈചിത്ര്യങ്ങൾ, അനേക വൈവിധ്യങ്ങൾ കാണും. ഇത് തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഗുണവിലാസ ചിത്രിത എന്ന് പറഞ്ഞാൽ ഈ ഗുണങ്ങളുടെ സത്വം, രജസ്, തമസ് എന്നീ 3 ഗുണങ്ങൾ സർവത്ര വ്യാപിച്ചിരിക്കുന്നു. ആ സർവത്ര വ്യാപിച്ചിരിക്കുന്ന ഗുണങ്ങളിലെ അനുപാതങ്ങൾക്കുണ്ടാകുന്ന വ്യതിയാനങ്ങൾ, ഏറ്റക്കുറച്ചുകൾ കാരണം ഇത് ഈ ജഗത്തായി കാണപ്പെടുന്നു, വൈവിധ്യപൂർണമായ ജഗത്തായി കാണപ്പെടുന്നു. അപ്പോൾ ഏകമായിരിക്കുന്ന ഒരേ ഭാവത്തിലുള്ള ഗുണങ്ങളെ വൈവിധ്യപൂർണമായ ജഗത്താക്കി മാറ്റുന്ന, ജഗത്താക്കി അലങ്കരിക്കുന്നു, ചിത്രിത എന്ന് പറഞ്ഞാൽ അലങ്കരിക്കുന്നു, ജഗത്താക്കി അലങ്കരിക്കുന്ന ദേവിയുടെ ആ വിശേഷമായ പ്രക്രിയയെ ഇവിടെ കുമാരനാശൻ എന്തു പറയുന്നു? വിലാസം എന്ന് പറയും. ഗുണവിലാസ ചിത്രിത എന്ന് പറയും. ഇനി ദേവിയുടെ മറ്റൊരു മനോഹരമായ വിശേഷണമാണ് ശാരദേന്ദു കിരണോജ്വലാകൃതി എന്നുള്ളത്. അത് അവസാനത്തെ വിശേഷണമാണ്. നമ്മളത് സൗകര്യത്തിന് 3-മതായി പറഞ്ഞു. ശാരദേന്ദു കിരണോജ്വലാകൃതി. ഇപ്പൊ ശരത്കാല ചന്ദ്രൻ വളരെ പ്രഭയുള്ളതാണ്, വളരെ പ്രഭാപൂരിതമാണെന്നൊക്കെ കാവ്യങ്ങളിലൂടെയും കവിമാരുടെ ഭാവനകളിലൂടെയും നമുക്ക് അറിയാവുന്നതാണ്, നമ്മൾ കേട്ടിട്ടുണ്ട്. ഇപ്പൊ ശരത്കാലത്ത് പ്രത്യേകിച്ച് ചന്ദ്രന് പ്രത്യേകമായി അധികം പ്രകാശനം ചൊരിയുന്നില്ല, മറിച്ച് ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ഉണ്ടാകുന്ന ചില ഈർപ്പം കുറവായിരിക്കും. അങ്ങനെ മറ്റു പല സാഹചര്യങ്ങൾ കൊണ്ട് നമുക്ക് ശരത്കാലത്തെ ചന്ദ്രനെ കൂടുതൽ പ്രഭയുള്ളതായിട്ട് തോന്നും. ഇപ്പൊ ശരത്കാല ചന്ദ്രന്റെ പ്രഭ പോലെ ഉജ്ജ്വലമായ സ്വരൂപിണിയാണ്, ഉജ്ജ്വലമായ ആകൃതി കൊടുത്തവളാണ് ശാരദാംബിക എന്ന്. അപ്പൊ ആ പ്രഭ എന്താണ്? ആ വെളിച്ചം എന്താണ്? ആ വെളിച്ചം വാസ്തവത്തിൽ പരമമായ അറിവ് തന്നെയാണ്, ജ്ഞാനപ്രകാശം തന്നെയാണ്. അപ്പൊ അജ്ഞാനമാകുന്ന അന്ധകാരത്തെ നീക്കി സത്യത്തെ വെളിപ്പെടുത്തുന്ന പരമമായ ജ്ഞാനപ്രകാശം എന്നുള്ളതിന്റെ കാവ്യഭാവനയാണെന്ത്? ശാരദേന്ദു കിരണോജ്വലാകൃതി എന്നുള്ളത്. ഈ ജ്ഞാനപ്രകാശത്തെ വേദാന്തത്തിൽ പറയുന്ന ഭാഷ അപരോക്ഷ അനുഭൂതി എന്നാണ്. ഇതൊരു വേദാന്ത ഭാഷയാണ്, അപരോക്ഷ അനുഭൂതി. എന്താണ് അപരോക്ഷ അനുഭൂതി? ഡയറക്റ്റ് എക്സ്പീരിയൻസ് ഓഫ് ദി സെൽഫ് എന്ന് പറയും. നാം നമ്മെക്കുറിച്ച് ഒരിക്കലും ഡയറക്റ്റ് ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നില്ല, പക്ഷെ നമ്മെക്കുറിച്ച് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. നമ്മെക്കുറിച്ച് നമുക്ക് ലോകത്തിലെ മറ്റുള്ളവരെക്കാളും ഏറ്റവും കൂടുതൽ വ്യക്തമായ അറിവുള്ളത് നമുക്ക് തന്നെയാണ്. എനിക്ക് എന്നെ കുറിച്ച് നീ എന്നെ പഠിപ്പിക്കണമെന്നൊക്കെ പറയും. പക്ഷെ ഇത് എങ്ങനെയുള്ള അറിവാണ്? നാം നമ്മെ എങ്ങനെയാണ് മനസ്സിലാക്കിയിരിക്കുന്നത്? നാം നമ്മെ മനസ്സിലാക്കിയിരിക്കുന്നത് സാപേക്ഷമായിട്ടാണ്. ശരീരത്തോട് ചേർന്നുള്ള അറിവ് നമുക്കുണ്ട്. എന്റെ ശരീരവുമായി ബന്ധപ്പെടുത്തി ഞാൻ ശരീരമാണെന്നുള്ള അറിവ് നമുക്ക്. മനസ്സിനോട് ചേർന്നുള്ള അറിവുണ്ട്, ഞാൻ എന്റെ മനസ്സിനെ അറിയുന്നു. മനസ്സാപേക്ഷമായിട്ട് ഞാൻ എന്നെ അറിയുന്നുണ്ട്. അതേപോലെ ഇന്ദ്രിയങ്ങളോട് ചേർന്ന് നാം നമ്മെ അറിയുന്നുണ്ട്, ഇന്ദ്രിയ സാപേക്ഷമായിട്ട് അറിയുന്നുണ്ട്. അതേപോലെ വിഷയങ്ങളോട് ചേർന്ന് വിഷയസാപേക്ഷമായി അറിയുന്നുണ്ട്. ഞാൻ ഭക്ഷണം കഴിക്കുന്നവനാണ്, അതെന്താണ്? വിഷയസാപേക്ഷമായിട്ട് അറിയുന്നവനാണ്. ഞാൻ ചായ കുടിക്കുന്നവനാണ്, ചായ എന്ന് പറയുന്ന ഒരു വിഷയം. രുചി എന്ന് പറഞ്ഞ വിഷയത്തോട് ചേർത്ത് ഞാൻ എന്നെ മനസ്സിലാക്കും. ഞാൻ ബുദ്ധിയുള്ളവനാണ്, ഇന്ദ്രിയ സാപേക്ഷമായി അറിയുന്നു. ബുദ്ധി എന്ന് പറയുമ്പോൾ ഒരു അന്തരിന്ദ്രിയമാണ്. ഇന്ദ്രിയ സാപേക്ഷമായി ഞാൻ എന്നെ അറിയുന്നു. ഞാൻ നല്ല തടിച്ചവനാണ്, ഞാൻ നല്ല വെളുത്തവനാണ്, അത് ശരീര സാപേക്ഷമായി ഞാൻ എന്നെ അറിയുന്നു. അതേപോലെ ഞാൻ ഇപ്പോൾ എന്നെ അറിയുന്ന ഏത് മേഖലയും നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതൊന്നും ഡയറക്റ്റ് എക്സ്പീരിയൻസ് അല്ല, മറിച്ച് മറ്റൊരു മാധ്യമത്തിലൂടെ മാത്രമേ എനിക്ക് എന്നെ അറിയാൻ കഴിയുന്നു. ഇതുകൊണ്ടാണ് ബ്രഹ്മവിദ്യാ പഞ്ചകത്തിൽ ആ ശിഷ്യന് ഗുരുവിനോട് അഹം കഹ എന്ന് ചോദിക്കേണ്ടി വന്നത്. അഹം കഹ, ഞാൻ ആര് എന്നുള്ളത് ലോകത്തിലെ എല്ലാവർക്കും അറിയാവുന്നതും അതേസമയം ഏറ്റവും നിഗൂഢവുമായ ഒരു ചോദ്യമാണ്. ലോകത്തിലെ ഏറ്റവും നിഗൂഢമായ ചോദ്യം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതേസമയം എല്ലാവർക്കും അറിയേണ്ടതായ ചോദ്യം ഏതാണ്? എല്ലാവർക്കും അതിന് ഉത്തരം അറിയാം, പക്ഷെ ആ ചോദ്യം ഏറ്റവും നിഗൂഢമാണ്. ആ ചോദ്യമാണ് അഹം കഹ. ഗുരുദേവൻ മനോഹരമായി ബ്രഹ്മവിദ്യാ പഞ്ചകത്തിൽ അത് കാണിച്ചിരിക്കുന്നു ആ ചോദ്യത്തിൽ. അപ്പൊ അഹം കഹ എന്ന് പറയുന്ന ആ ശിഷ്യനെ സംബന്ധിച്ച് ഡയറക്റ്റ് എക്സ്പീരിയൻസ് ഇല്ല, മറിച്ച് എന്താണ്? തന്നെ അറിയുന്നുണ്ട്, മനസ്സായി അറിയുന്നു, ബുദ്ധിയായി അറിയുന്നു, ഇന്ദ്രിയങ്ങളായിട്ട് അറിയുന്നു, വിഷയങ്ങളായിട്ട് അറിയുന്നു, ശരീരമായി അറിയുന്നു. ഇങ്ങനെയെല്ലാം ഞാൻ എന്നെ കുറിച്ച് അറിയുന്നു. ശരീരമായി നമ്മളെ മനസ്സിലാക്കുമ്പോഴാണ് ഞാൻ ഇന്ന ഗോത്രത്തിൽ, ഇന്ന സമുദായത്തിൽ, ഇന്ന മതത്തിൽ, ഇന്ന രാജ്യത്തിൽ ജനിച്ചൊരു വ്യക്തിയായി നാം നമ്മെ അറിയുന്നത്. ഇനി മനസ്സായിട്ട് ഞാൻ എന്നെ അറിയുമ്പോഴാണ് ഞാൻ നല്ലൊരു ശാന്തനായ വ്യക്തിയാണ്, ഞാൻ അല്പം ഇമോഷനാണ്,
അല്ലെങ്കിൽ ഞാൻ അല്പം വൈകാരികമായി ചിന്തിക്കുന്നു, എന്റെ സ്വഭാവം അത്ര ശരിയല്ല എന്നൊക്കെ മനസ്സായിട്ട് നമ്മൾ നമ്മെ മനസ്സിലാക്കുമ്പോഴാണ് അറിയുന്നത്. അതേസമയം ബുദ്ധിയായിട്ട്, ബുദ്ധി എന്ന മാധ്യമത്തിലൂടെ ഞാൻ എന്നെ അറിയുമ്പോൾ ഞാൻ നല്ല എഴുത്തുകാരനാണ്, ഞാൻ നല്ല കവിയാണ്, ഞാൻ നല്ല സാഹിത്യകാരനാണ്, ഞാൻ നല്ല സംഘാടകനാണ് എന്നൊക്കെ നാം എന്നെ അറിയുന്നത്. ഇങ്ങനെ ഇതൊന്നുമില്ലാതെ, ഈ ഒരു ഉപാധികളും ഇല്ലാതെ എനിക്ക് എന്നെ അറിയാൻ സാധിച്ചാൽ ആ അറിവിനെയാണ് എന്ത് പറയുന്നത്? അപരോക്ഷ അനുഭൂതി എന്ന് പറയുന്നത്. ഈ അപരോക്ഷ അനുഭൂതിയാണ് ശാരദേന്ദു കിരണോജ്ജലാണ്, പരമമായ പ്രകാശം. ശരത്കാല ചന്ദ്രനെ പോലെ പൂർണ്ണ പ്രഭയോടൊത്ത ജ്ഞാനസ്വരൂപിണിയാണ്. ആ ശരത്കാല ചന്ദ്രനോടൊത്ത പൂർണ്ണ പ്രഭയാർന്ന ജ്ഞാനസ്വരൂപിണിയായവൾ നമ്മുടെ ഉള്ളിൽ തെളിയുമ്പോൾ നമുക്ക് നമ്മെ തിരിച്ചറിയാൻ, നമ്മുടെ സ്വരൂപത്തെ തിരിച്ചറിയാൻ പിന്നെ ഒന്നിന്റെയും ആവശ്യമില്ല, ഒരു ഉപാധിയുടെയും ആവശ്യമില്ല. നിരുപാധികമായി ഞാൻ എൻ്റെ സ്വരൂപത്തെ അറിയുന്നു. അപരോക്ഷ അനുഭൂതി. ഈ അനുഭൂതിയാണ് ഗുരുദേവൻ കണ്ടാലിൽ വീണും അത് ഉണ്ടാതെനിക്കും ഒരു വണ്ടാണ് സൂര്യ സുഹൃതി എന്ന് പറയുന്നത്. ഒന്നിന്റെയും മാധ്യമമില്ലാതെ, ഒന്നിന്റെയും ആശ്രയമില്ലാതെ ഞാൻ എന്നെ പരിപൂർണമായിട്ട് പറയും. അങ്ങനെ നമുക്ക് അറിയാൻ സാധിക്കണമെങ്കിൽ ദേവിയുടെ കൃപ അനിവാര്യമാണ്. കാരണം എന്താണ്? മായയെ നീക്കി സായുജ്യം നൽകുന്ന ആര്യനും ആരാണ്? സാക്ഷാൽ ജഗദംബിക തന്നെയാണ് എന്ന് പറയും. ഇനി ഈ പ്രപഞ്ചം, ഈ ഈ ജഗത്തില്, ഈ പ്രപഞ്ചത്തില് നിരവധി അവ്യക്തതകളുണ്ട്, നമുക്ക് വ്യക്തമല്ലാത്ത കാര്യങ്ങൾ. ഈ അവ്യക്തത എല്ലാം മാറിയത് അറിവിന്റെ പ്രകാശം പതിയുമ്പോഴാണ്. എവിടെയാണോ അറിവിന്റെ പ്രകാശം പതിഞ്ഞത് അവിടെയാണ് നമുക്ക് വ്യക്തത ഉണ്ടായത്. അപ്പൊ മനുഷ്യ സമൂഹം നോക്കും, മനുഷ്യ സമൂഹം ഇന്ന് ഇത്രയും പരിവർത്തനപ്പെട്ട്, ഇത്രയും ടെക്നോളജി ഇത്രയും വികാസം പ്രാപിച്ചു നിൽക്കുന്നു. ഈ ടെക്നോളജിയുടെ വികാസം എങ്ങനെ ഉണ്ടായി? ആ വസ്തുവിനെ കുറിച്ചുള്ള അജ്ഞാനം നമ്മൾ ഇല്ലാതാക്കി മാറ്റി. നമ്മൾ ഒരു ആറ്റത്തെയും ഉണ്ടാക്കിയില്ല, മറിച്ച് ആറ്റത്തെ മറച്ചിരിക്കുന്ന അനവധി ഘടകങ്ങളെ നമ്മൾ ചിന്ത കൊണ്ട്, വിചാരം കൊണ്ട്, നിരീക്ഷണം കൊണ്ട് അതിനെ മാറ്റി മാറ്റി അറിവിന്റെ പ്രകാശം അവിടെ പതിഞ്ഞപ്പോൾ വസ്തുവിന്റെ അടിസ്ഥാന തത്വത്തെക്കുറിച്ചും ഈ ജഗത്തിന്റെ ആഴമേറിയ അർത്ഥങ്ങളെ കുറിച്ച് മനുഷ്യന് മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പൊ അറിവിന്റെ പ്രകാശം എവിടെയാണോ പതിയുന്നത് അവിടെ അവ്യക്തത മാറി അത് വ്യക്തമായിട്ട് തീരും. അതുകൊണ്ട് ശാരദേന്ദു കിരണോജ്വലാകൃതി എന്ന് പറഞ്ഞാൽ അറിവിന്റെ പ്രകാശത്തെയാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. ഇനി അവസാനമായിട്ട് നാലാമതൊരു വിശേഷണം കുമാരനാശൻ പറയുന്ന മനോഹരമായ വിശേഷണമാണ്. എന്താണ് ആ വിശേഷണം? ആത്മന പരമപാവനി കല എന്ന് പറയും. ആത്മനഹ എന്ന് പറഞ്ഞാൽ അത് ഷഷ്ടി വിഭക്തിയാണ്. ആത്മാവിന്റെ, പരമാത്മാവിന്റെ ഏറ്റവും പവിത്രമായ അംശം എന്ന് പറയും. പരമാത്മാവിന്റെ ഏറ്റവും പവിത്രമായ അംശമാണ് അത് ശാരദാംബിക, ജഗദംബിക. പരമാത്മാവിന്റെ അംശം എന്ന് പറയുമ്പോൾ പരമാത്മാവിൽ ഈ പ്രപഞ്ചമായി ആവിഷ്കരിക്കാൻ കുടികൊള്ളുന്ന ഒരു ശക്തിയുണ്ട്. എങ്ങനെയാണോ അഗ്നിയിൽ ഉഷ്ണം എന്ന് പറയുന്നത്, അഗ്നിയിൽ ഉഷ്ണം ഒരു ശക്തിയായി കുടികൊള്ളുന്നു, അതേപോലെ പരമാത്മാവിൽ ഈ പ്രപഞ്ചമായി ജഗത്തായി ആവിഷ്കൃതമാകാൻ വെമ്പൽ കൊള്ളുന്ന ഒരു ശക്തി കുടികൊള്ളുന്നു. ആ ശക്തിയാകട്ടെ പരമാത്മാവിൽ നിന്ന് ഭിന്നയല്ല, അഭിന്നയാണ്, അനന്യയാണ്. നമ്മൾ ഈ ആശയങ്ങളൊക്കെ മുൻ ഗ്രന്ഥങ്ങളിൽ പല പല സന്ദർഭങ്ങളായി മനനം ചെയ്തതാണ്. പരമാത്മാവിൽ കുടികൊള്ളുന്ന, ഈ ജഗത്തായി ആവിഷ്കരിക്കാൻ വെമ്പൽ കൊള്ളുന്ന രീതിയിൽ കുടികൊള്ളുന്ന, പരമാത്മാവിൽ നിന്ന് അഭിന്നയും അനന്യയുമായ ശക്തി, ആ ശക്തിയാണെന്ത്? പരമപാവനി കല എന്ന് പറയുന്നത്. ഇനി ആത്മാവിന്റെ പരമപാവനി കല അഥവാ പരമപവിത്രമായ അംശം എന്ന് പറയുന്നത് ബ്രഹ്മവിദ്യയാണ്. ബ്രഹ്മവിദ്യയെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. ഗുരുവിന്റെ ഒരു കൃതിയുടെ പേര് തന്നെ ബ്രഹ്മവിദ്യ പഞ്ചകം എന്നാണ്. ബ്രഹ്മവിദ്യ എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ ഗ്രന്ഥനിഷ്ഠമായ അറിവിനെയും ബ്രഹ്മവിദ്യ എന്ന് പറയാം. നമ്മളൊരു വിവിധ വിദ്യകൾ പഠിക്കുന്നുണ്ട്, വ്യത്യസ്തമായ തരത്തിലുള്ള ശാസ്ത്രത്തിൽ വ്യത്യസ്തമായ മേഖലകളില്, കണക്ക്, അതേപോലെ സാമൂഹ്യ ശാസ്ത്രം, മലയാളം തുടങ്ങിയ എന്തൊക്കെ അറിവുകൾ, അതിനൊക്കെ വ്യത്യസ്തമായ മേഖല അറിവിനെ പഠിക്കും. അതേപോലെ ഒരു വിദ്യയാണെന്ന് ബ്രഹ്മവിദ്യ. ആ ബ്രഹ്മവിദ്യ ഗ്രന്ഥനിഷ്ഠമാണ് ഒരർത്ഥത്തിൽ. ഇപ്പൊ നമ്മൾ ഈ കൃതി പഠിക്കുന്നു ശാരദാഷ്ടകം. ശാരദാഷ്ടകം ഉന്നതമായ ഒരു ദേവീസ്തുതിയാണ്. ദേവീസ്തുതിയായി ഇരിക്കുന്നതിന്റെ കൂടെ തന്നെ അതിമഹനീയമായ ഒരു ബ്രഹ്മവിദ്യാ ഗ്രന്ഥവുമാണ്.
വേദാന്ത ദർശനത്തിന്റെ അല്ലെങ്കിൽ തന്ത്രദർശനത്തിന്റെ തന്ത്രശാസ്ത്രത്തിന്റെ ഏറ്റവും ഉന്നതമായ അർത്ഥങ്ങളെ വ്യാഖ്യാനിക്കുന്ന ഭാരതത്തിലെ എണ്ണം പറഞ്ഞ ഗ്രന്ഥമാണ് ശാരദാഷ്ടകം. അത് ബ്രഹ്മവിദ്യ. അപ്പൊ ആ ശാരദാഷ്ടകം എന്ന കൃതി എന്താണ്? ആ കൃതി ബ്രഹ്മവിദ്യ. ഇനി ആ കൃതി ബ്രഹ്മവിദ്യയാണ്. ആ ബ്രഹ്മവിദ്യ ആരാണ്? ആ ബ്രഹ്മവിദ്യ ആത്മന പരമപാവനീകരയായ ശാരദാദേവി തന്നെ ബ്രഹ്മവിദ്യാ സ്വരൂപിണിയാണ്. ഇനി ബ്രഹ്മവിദ്യ എന്ന് പറഞ്ഞാൽ ശ്രവണ മനന നിധിധ്യാസങ്ങളിലൂടെ നമ്മളൊരു അറിവിനെ കേൾക്കുന്നു, ആ അറിവിനെ മനനം ചെയ്യുന്നു, വിവേക ബുദ്ധി കൊണ്ട് യുക്തിഭദ്രമായി മനനം ചെയ്യും. മനനം ചെയ്ത് അത് ആവർത്തിച്ച് അതിന്റെ സത്യത്തെ നമ്മൾ ഉറപ്പിക്കുന്നു, നിധിധ്യാസനം ചെയ്യും. അങ്ങനെ ഉറപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അന്ധകരണത്തിൽ ഒരു ബ്രഹ്മാകാര വൃത്തി ഉണ്ടാകും. ഈ ബ്രഹ്മാകാര വൃത്തിയെയും എന്ത് പറയാം? ബ്രഹ്മവിദ്യ എന്ന് പറയാം. അത് ഗ്രന്ഥനിഷ്ഠമല്ല, മറിച്ച് ആത്മനിഷ്ഠമാണ്. നേരത്തെ നമ്മൾ പറഞ്ഞ ഗ്രന്ഥനിഷ്ഠമായ അറിവാണ്. ആ ഗ്രന്ഥനിഷ്ഠമായ അറിവാകുന്ന ബ്രഹ്മവിദ്യയും ശാരദാംബികയാണ്. അതേപോലെ ആ അറിവിനെ ശ്രവണ മനന നിധിധ്യാസങ്ങൾ കൊണ്ട് നിരന്തരം വിചാരം ചെയ്ത് നമ്മുടെ ഉള്ളിൽ ഉത്പന്നമാകുന്ന അന്ധകരണ വൃത്തി, ബ്രഹ്മാകാര വൃത്തി എന്ന് പറയാം. ആ ബ്രഹ്മാകാര വൃത്തിയും എന്താണ്? അതും ബ്രഹ്മവിദ്യയാണ്, അതും ശാരദാംബികയാണ്. അപ്പോ നോക്കൂ, ആത്മനഃ പരമപാവനീ കല, പരമാത്മാവിന്റെ ഏറ്റവും പരിശുദ്ധയായ കല എന്നതിന്റെ ഒന്നാമത്തെ അർത്ഥമാണ് പരമാത്മാവിൽ ഈ പ്രപഞ്ചമായി ആവിഷ്കരിക്കാൻ, ഈ പ്രപഞ്ചമായി തീരാൻ വെമ്പൽ കൊള്ളുന്ന ഒരു ശക്തി കുടികൊള്ളുന്നുണ്ട്. ആ ശക്തി പരമാത്മാവിൽ നിന്ന് അഭിന്നയും അനന്യയുമാണ്. ആ ശക്തി എന്തു പറയാം? അതിനെ ആത്മന പരമപാവനീ കലയായ ശാരദാംബിക എന്ന് പറയാം. അതേപോലെ ഗ്രന്ഥനിഷ്ഠമായ അറിവുണ്ട്. ആ ഗ്രന്ഥനിഷ്ഠമായ വേദാന്ത വിദ്യയെ, ബ്രഹ്മവിദ്യയെ ആത്മന പരമപാവനീ കലയായിരിക്കുന്ന ശാരദാംബികയും മനസ്സിലാക്കും. അതേപോലെ തന്നെ ശ്രവണ മനന നിധിധ്യാസങ്ങൾ കൊണ്ട് നമ്മുടെ ഉള്ളിൽ ഉത്പന്നമാകുന്ന ബ്രഹ്മാകാര വൃത്തിയാകുന്ന ബ്രഹ്മവിദ്യ, ആ ബ്രഹ്മവിദ്യയും എന്താണ്? പരമാത്മാവിന്റെ ഏറ്റവും വിശുദ്ധയായ അംശമായ ശാരദാംബികയും മനസ്സിലാക്കും. ഇനി സാഖ്യദർശനം എന്ന് പറയുന്ന ഒരു സിദ്ധാന്തമുണ്ട് ഭാരതത്തിൽ. കപില മഹർഷി ആവിഷ്കരിച്ചതാണ്. വലിയ രീതിയിൽ പ്രചാരം നേടി. അതേസമയം വേദാന്ത ദർശനത്തിന്റെ തന്നെ ഒരു അടിത്തറയായി പ്രവർത്തിക്കുന്ന മറ്റൊരു ദർശനമാണ് സാഖ്യദർശനം. അപ്പൊ സാഖ്യദർശനത്തില് പുരുഷൻ പ്രകൃതി എന്നുള്ള രണ്ട് സത്യങ്ങളെ പറയുന്നു. അവിടെ പുരുഷന് കലയുമില്ല, ആവിഷ്കാരമില്ല, ഒന്നുമില്ല. പുരുഷന്റെ സാന്നിധ്യത്തിൽ പ്രകൃതിയാണ് പ്രപഞ്ചമായിട്ട് പരിണമിക്കുന്നത്. ബുദ്ധി, അഹങ്കാരം തുടങ്ങിയ തത്വങ്ങളായിട്ട് പ്രപഞ്ചമാണ്, പ്രകൃതിയാണ് മാറുന്നത്. അപ്പൊ സത്വഗുണപ്രധാനമായ ആ തത്വത്തെ മഹത് തത്വം എന്ന് സാഖ്യം പറയും, അഥവാ സമഷ്ടി ബുദ്ധി എന്ന് പറയും. അപ്പൊ സത്വഗുണപ്രധാനമായ ആ പരമമായ തത്വത്തെ എന്ന് പറയുന്നു ആത്മന പരമപാവനീ കല, ആത്മാവിന്റെ പരിശുദ്ധമായ പവിത്രമായ കല എന്ന് പറയും. ഇനി തന്ത്രശാസ്ത്രത്തിൽ ശിവന്റെ സ്പന്ദനമായി ഇച്ഛാജ്ഞാന ക്രിയാശക്തി സ്വരൂപിണിയായി ദേവി കുടികൊള്ളുന്നു എന്ന് പറയുന്നു. ശിവന്റെ സ്പന്ദനമായിട്ട്. അപ്പൊ ആത്മനഹ എന്നുള്ള വാക്കിലൂടെ ശിവനെ മനസ്സിലാക്കണം, പരമാത്മാവിനും ശിവന്റെ. ആ ശിവന്റെ സ്പന്ദനമായി, ശിവന്റെ ഉള്ളിൽ ഇച്ഛാശക്തി സ്വരൂപിണിയായി, ജ്ഞാനശക്തി സ്വരൂപിണിയായി, ക്രിയാശക്തി സ്വരൂപിണിയായി കുടികൊള്ളുന്ന ജഗദംബിക. ആ ജഗദംബിക ആരാണ്? പരമപാവനീ കലയാണ്. പരമമായ അംശത്തോട് കൂടിയവളാണ്, പരമാത്മാവിന്റെ അംശത്തോട് കൂടിയവളാണ്. നോക്കൂ, ശിവന്റെ ഉള്ളിൽ ഈ ലോകമായി തീരാനുള്ള ആഗ്രഹമുണ്ട്, ഈ ലോകത്തെ സൃഷ്ടമാക്കാനുള്ള ആഗ്രഹമുണ്ട്. ഗുരു പറഞ്ഞിട്ടുണ്ടല്ലോ, സസർജ സർവം സങ്കല്പമാത്രേണ പരമേശ്വര എന്ന് പറഞ്ഞു. ഇവിടെ പറഞ്ഞു, ദർശനമാണ് പറഞ്ഞു. സസർജ ഉണ്ടാക്കി, ഈ ലോകത്തെ മുഴുവൻ ഉണ്ടാക്കി. എങ്ങനെ ഉണ്ടാക്കി? സങ്കല്പമാക്കി, സങ്കല്പം കൊണ്ടുണ്ടാക്കി പരമേശ്വരൻ. അപ്പൊ ആ സങ്കല്പം എന്ന് അതൊരു ഇച്ഛയാണ്. ഈ ലോകമായി തീരണം, ഈ ലോകത്തെ ഉണ്ടാക്കണം എന്നുള്ള ഇച്ഛ. തദൈക്ഷത ബഹുസ്യാം പ്രജായേ തത്തേജോ ഐക്ഷത എന്ന് ഉപനിഷത്ത് പറയും. അത് ആഗ്രഹിച്ചു. അത് മീൻസ് പരമാത്മാവ് ആഗ്രഹിച്ചു. ഒരുപാട് ബഹുസ്യാം പ്രജായേ, ഒരുപാട് പ്രജകളെ ഉണ്ടാക്കണമെന്ന് പരമാത്മാവ് ആഗ്രഹിച്ചു. അപ്പൊ ഈശ്വരന്റെ ഉള്ളിൽ, ശിവന്റെ ഉള്ളിലായി ഈ ലോകം ഉണ്ടാക്കണമെന്നുള്ള ഇച്ഛയോടുകൂടി, ആഗ്രഹത്തോടു കൂടി ദേവി കുടികൊള്ളുന്നു. അപ്പൊ ആ ആഗ്രഹം മാത്രം പോരാ, ഈ ജഗത്തിനെ ഉണ്ടാക്കാനുള്ള ജ്ഞാനവുമാണ്. ആ ഡിസൈനെ കുറിച്ച്, എങ്ങനെയാണ് ജഗത്തിനെ ഡിസൈൻ ചെയ്യുക എന്നുള്ള അറിവാണ്. അപ്പൊ അതിനെക്കുറിച്ച് നമ്മൾ ഒന്നാമത്തെ ശ്ലോകത്തിൽ
വിശദമായി പഠിച്ചിട്ടുണ്ട്. വാപ്യവാങ്മയമിതം ജഗസ്ഥിത എന്നതിന്റെ വ്യാഖ്യാനത്തിൽ എങ്ങനെയാണ് ഈ ലോകത്തെ ഉണ്ടാക്കുന്നതിന്റെ അറിവ് ഇവിടെ വ്യാപ്തമായിരിക്കുന്നത് എന്ന് ഒന്നാമത്തെ ശബ്ദത്തിൽ പഠിച്ചു. അപ്പൊ പ്രപഞ്ചമായി കുടികൊള്ളാനുള്ള ആവിഷ്കൃതമാകാനുള്ള ഇച്ഛയുണ്ട്. ഇച്ഛ മാത്രം പോരാ, ആ ജഗത്തിനെ ഉണ്ടാക്കാനുള്ള ജ്ഞാനവുമുണ്ട്. ജ്ഞാനം മാത്രം പോരാ, ആ ജഗത്തായി വ്യത്യസ്ത അനുപാതങ്ങളിലൂടെ പരിവർത്തനപ്പെട്ട് ജഗത്തായി മാറാനുള്ള ക്രിയയും വേണം. ഇപ്പൊ ശിവന്റെ ഉള്ളിൽ കുടികൊള്ളുന്ന ഇച്ഛ, ജ്ഞാനം, ക്രിയാശക്തി സ്വരൂപിണിയായ ജഗദംബിക എന്ന അർത്ഥത്തിൽ ആത്മനഃ പരമപാവനീകല എന്ന പ്രശ്നം മനസ്സിലാകാം. പരമാത്മാവിന്റെ പരമപവിത്രമായ കല. അപ്പൊ നോക്കൂ, ഈ 4 വിശേഷണങ്ങളാൽ യുക്തയായ സാ ശാരദ ശിവാനി വിദദാതു. ഈ 4 വിശേഷണങ്ങളാൽ യുക്തയായ ആ ശാരദാംബിക മംഗളങ്ങളെ നൽകട്ടെ എന്ന് പറയും. എത്ര പ്രൗഢഗംഭീരമായ ഒരു പ്രാർത്ഥനയാണ്. ഈ 4 വിശേഷണങ്ങളാൽ യുക്തയായ ശാരദാംബിക നമുക്ക് മംഗളങ്ങളെ തരുമ്പോൾ ആ മംഗളം എപ്രകാരമായിരിക്കും? നോക്കൂ, ഐശ്വര്യം നിലനിൽക്കണമെങ്കിൽ ഏറ്റവും ആദ്യം വേണ്ടത് എന്താണ്? സ്ഥിരതയാണ്. സ്റ്റെബിലിറ്റി, സ്ഥിരത. ഇപ്പോ ഈ സ്ഥിരത നമ്മളിൽ ഇല്ലാത്തതാണ് നമ്മളിൽ ഐശ്വര്യങ്ങൾ നിലനിൽക്കാത്തതിന്റെ പ്രധാന കാരണം. ഈ സ്ഥിരത എന്തുകൊണ്ട് നഷ്ടപ്പെടുന്നു? കാരണം നിരന്തരം ഗുണങ്ങളുടെ അനുപാതത്തിലുള്ള വ്യതിയാനം കൊണ്ട് സത്വവും രജസ്സും തമസ്സും നിരന്തരം മാറി മാറി വരികയാണ്. ഒരു നിമിഷം നമ്മൾ ശാന്തഭാവത്തിലാണെങ്കിൽ അടുത്ത നിമിഷം വീണ്ടും ആ ശാന്തത മാറി മറ്റൊരു ഭാവം വരും. അപ്പൊ നമ്മുടെ ഗുണങ്ങളിൽ വരുന്ന ഈ നിരന്തരമായ പരിവർത്തനത്തെ അതിനൊന്ന് സ്ഥിരപ്പെടുത്തി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? സ്ഥിരപ്പെടുത്തി കഴിഞ്ഞാൽ അവിടെ സ്ഥിരത വരും. അപ്പൊ എങ്ങനെയാണ് സ്ഥിരപ്പെടുത്തേണ്ടത്? സ്ഥിരപ്പെടുത്തേണ്ടത് സാത്വിക സ്വരൂപിണിയായ ദേവി നമ്മുടെ ഉള്ളിൽ കുടികൊള്ളുമ്പോൾ, ആ ദേവിയുടെ പ്രകാശം സ്ഫുരിതമാകുമ്പോൾ നമ്മുടെ ഉള്ളിൽ സത്വഗുണം വർദ്ധിക്കും. അപ്പൊ സത്വഗുണം വർദ്ധിച്ചു കഴിഞ്ഞാൽ ഗുണങ്ങളുടെ അനുപാതത്തിലുള്ള നിരന്തരമായ വ്യതിയാനത്തിന് അല്പം ഒരു ശാന്തത. ആ സത്വഗുണം വർദ്ധിക്കുന്നതിലൂടെ മാത്രമാണ് സ്ഥിരത കൈവരികയും ആ സ്ഥിരതയിലൂടെ നമ്മളിൽ ഐശ്വര്യം നിലനിൽക്കുകയും ചെയ്യും. ഇനി നോക്കൂ, മംഗളങ്ങൾ എന്ന് പറഞ്ഞാൽ, അനുഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ അത് കേവലം ഒരു അനുഗ്രഹം മാത്രമല്ല, മറിച്ച് പ്രായോഗികമായൊരു ക്രമീകരണം കൂടിയാണ്. ഇപ്പൊ ദേവി ഗുണവിലാസ ചിത്രതയാണ് നമ്മൾ പറഞ്ഞത്. ഈ ജഗത്തിനെ മുഴുവനും ദേവി അതിമനോഹരമായിട്ട് അലങ്കരിക്കുന്നു. നമുക്ക് അലങ്കാരം എന്ന് പറയുമ്പോൾ വളരെ സൂക്ഷ്മമായിരിക്കും. അപ്പൊ നിങ്ങൾ വടക്കൻ ജില്ലകളിലെ തെയ്യം കലാകാരന്മാരെയോ അല്ലെങ്കിൽ നമ്മുടെ കഥകളിയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ അലങ്കാരം അതിസൂക്ഷ്മമാണ്. ചെറിയ ഒരു പൊട്ടുപോലും അവര് കൃത്യമായ അളവിൽ കൃത്യമായിട്ട് ചെയ്യും. വെറുതെ ഒരു വസ്ത്രം ധരിക്കുന്നതല്ല, മറിച്ച് സൂക്ഷ്മമായ വസ്തു തൊട്ട് സ്ഥൂലമായ ബൃഹത്തായ ആ വസ്തുവിനെ കൃത്യമായ ക്രമത്തിൽ അലങ്കരിക്കുമ്പോൾ, ക്രമീകരിക്കുമ്പോഴാണ് അവിടെ ഭംഗിയുള്ളത്. ഇതേ തത്വമാണ് ഈ ജഗത്തിനെ ആവിഷ്കരിക്കാനും ദേവി ഉപയോഗിച്ചത്. ദേവിയുടെ ഉള്ളിൽ ആ ഗുണവിലാസ ചിത്രിതമായ ആ ഗുണവിലാസ ഭാവമില്ലെങ്കിൽ ജഗത്തിനെ ഇത്രയും ക്രമബദ്ധമായി അത്ഭുതകരമായ രീതിയിൽ ക്രമപ്പെടുത്താൻ ഒരിക്കലും കഴിയില്ല. അപ്പൊ നമ്മുടെ ഉള്ളിലും ഈ ഗുണങ്ങള് അതിനെ കൃത്യമായ രീതിയിൽ ക്രമപ്പെടുത്തുകയാണെങ്കിൽ, കൃത്യമായ രീതിയിൽ എങ്ങനെയാണ് ക്രമപ്പെടുത്തുന്നത്? ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയും. നമ്മൾ എവിടെയാണോ ഏത് വികാരമാണോ പ്രകടിപ്പിക്കേണ്ടത് ആ വികാരത്തെ പ്രകടിപ്പിക്കാൻ ആവശ്യമായ രീതിയിൽ മനസ്സിൽ ആ ഗുണങ്ങളെ നമ്മൾ മെരുക്കിയെടുക്കണം. അസ്ഥാനത്ത് വികാരങ്ങളെ പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ അവിടെ അലങ്കാരമെല്ലാം ഉണ്ടാകും, കോലാഹലമായിരിക്കും. അപ്പൊ കൃത്യമായ ഇമോഷണൽ ഇന്റലിജൻസ് ഉള്ള വ്യക്തിക്ക് ജീവിതത്തെ അതിമനോഹരമായിട്ട് അലങ്കരിക്കാൻ സാധിക്കും. ജീവിതത്തെ അതിമനോഹരമായി അലങ്കരിക്കാൻ കഴിയുക എന്നുള്ളതാണ് ഇവിടെ ശിവാനി വിദദാതു, മംഗളങ്ങൾ നൽകട്ടെ എന്നുള്ള അർത്ഥം കൊണ്ട് മനസ്സിലാക്കേണ്ടത്. മറ്റൊരു തരത്തിൽ ജീവിതത്തെ മനോഹരമായി അലങ്കരിക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? ഈ ഗുണങ്ങളെ നമുക്ക് കൃത്യമായ രീതിയിൽ അതിനെ അനുവാദം ചെയ്യാൻ കഴിയാത്തത് കൊണ്ടാണ്. എവിടെയാണോ ദേഷ്യം കാണിക്കേണ്ടത് അവിടെ നമ്മൾ ശാന്തത കാണിക്കും. എവിടെയാണോ ശാന്തത കാണിക്കേണ്ടത് അവിടെ ദേഷ്യം കാണിക്കും. എവിടെയാണോ സഹിഷ്ണുത കാണിക്കേണ്ടത് അവിടെ നമ്മൾ അസഹിഷ്ണുത കാണിക്കും. എവിടെയാണോ മൗനം പാലിക്കേണ്ടത് അവിടെ സംസാരിക്കുന്നു. എവിടെയാണോ സംസാരിക്കേണ്ടത് അവിടെ മൗനം പാലിക്കുന്നു. എവിടെയാണോ അന്തർമുഖനാകേണ്ടത് അവിടേക്ക് നമ്മൾ ഇടിച്ചു കയറുന്നു. എവിടെയാണോ ഇടിച്ചു കയറേണ്ടത് അവിടെ നമ്മൾ അന്തർമുഖനാകും. അങ്ങനെ നോക്കൂ, നമ്മൾ കൃത്യമായ രീതിയിലല്ലാതെ ഗുണങ്ങളെ വിനിമയം ചെയ്തത് കൊണ്ട് എന്ത് സംഭവിക്കുന്നു? നമ്മുടെ ഗുണവിലാസ ചിത്രിത എന്ന് പറഞ്ഞാൽ പുറമേ കാണുന്ന നമ്മുടെ ലോകം, നമ്മൾ ഉണ്ടാക്കിയ ലോകം അലങ്കാരയുക്തമായി തീരുന്നില്ല.
അത് കോലാഹലയുക്തമായിട്ട് തീരും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ അലങ്കാരയുക്തമാക്കി തീർക്കണമെങ്കിൽ നമ്മുടെ അന്തःകരണത്തിൽ ജഗദംബിക എന്ത് വേണം? ആ ഗുണങ്ങളെ ക്രമപ്പെടുത്തും. ജഗദംബിക ഗുണവിലാസ, ഈ ജഗത്തിനെ പോലും ഈ രീതിയിൽ ക്രമപ്പെടുത്തി ആ ജഗദംബികയുടെ അനുഗ്രഹം നമുക്കുണ്ടെങ്കിൽ കൃത്യമായി നമുക്ക് നമ്മുടെ അന്തഃകരണത്തിലെ ഗുണങ്ങളുടെ ഈ അനുപാതത്തെ ക്രമപ്പെടുത്താനും അതിലൂടെ ജീവിതമാകുന്ന പ്രപഞ്ചത്തെ അലങ്കരിക്കാനും സാധിക്കും. ഇത് ദേവി തരുന്ന മംഗളമാണ്, അനുഗ്രഹമാണ്. ഇനി ബുദ്ധിയുടെ തെളിച്ചമാണ് മംഗളത്തിന്റെ അടിസ്ഥാനം. ശരത്ചന്ദ്രന്റെ പ്രഭയെ പോലെ പ്രശോഭിക്കുന്ന ദേവി, ഉജ്ജ്വലമായ ആകൃതിയോടുകൂടി ആ പ്രഭയോടുകൂടിയ ദേവി, ആ പ്രകാശം എന്താണ്? നമ്മുടെ ബുദ്ധിയെ തെളിച്ചമുള്ളതാക്കി തരും. ബുദ്ധിയുടെ തെളിച്ചമാണ് എല്ലാവിധ മംഗളത്തിന്റെയും അടിസ്ഥാനം. ബുദ്ധിക്ക് ഒരു മംഗളം പറ്റിക്കഴിഞ്ഞാൽ മംഗളങ്ങൾ ചുറ്റുമുണ്ടെങ്കിലും അത് നമുക്ക് അനുഭവിക്കാനും അല്ലെങ്കിൽ അതിൽ നിന്ന് പ്രയോജനം എടുക്കാനും കഴിയും. ബുദ്ധിയെ തെളിച്ചമുള്ളതാക്കി തീർക്കാൻ ശാരദേന്ദു കിരണോജ്വലാകൃതിയായ ദേവി നമ്മെ അനുഗ്രഹിക്കും. അതിലൂടെ നമുക്ക് മംഗളങ്ങൾ ലഭിക്കും. ഇനി നോക്കൂ, ആത്മന പരമപാവനീ കല എന്നുള്ളതിന്റെ ആധാരത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ എല്ലാ ഏതൊരു ഐശ്വര്യത്തെ, ഏതൊരു സമ്പത്തിനെ നമ്മൾ എടുത്തു കഴിഞ്ഞാലും ആ ഐശ്വര്യത്തിൽ ഒരു ഈശ്വരീയത, ഒരു പുണ്യം, ഒരു ആധ്യാത്മികത ഉണ്ടെങ്കിൽ അത് ആത്യന്തികമായിട്ട് നമുക്ക് പ്രയോജനം ചെയ്യും. ഇപ്പൊ ആത്മന പരമപാവനീ കലയായ ജഗദംബിക എന്ത് ചെയ്യുന്നു? നമ്മുടെ കർമ്മങ്ങളെ കേവലം ഭൗതികമായ കർമ്മമാക്കി മാറ്റാതെ അതിലൊരു ആധ്യാത്മികതയെ നിറയ്ക്കുന്നുണ്ട്. ഇപ്പോ നമുക്കെല്ലാവർക്കും പ്രസിദ്ധമായി അറിയാവുന്ന ഒരു കഥയാണ് രാമായണത്തില് രത്നമാല ഹനുമാൻ കടിച്ചു പൊട്ടിച്ചത്. എന്തുകൊണ്ട് കടിച്ചു പൊട്ടിച്ചു? കാരണം എൻ്റെ പ്രഭുവായ ശ്രീരാമചന്ദ്രനും സീതാമാതാവും വസിക്കാത്ത ഒരു ഭൗതിക പദാർത്ഥത്തിലും ആ പദാർത്ഥം എന്തായാലും രത്നമായാലും ഈ ലോകത്തെ ഏറ്റവും വിലപിടിച്ചതായാലും ഞാൻ അതിനെ ജഡമായിട്ട് മാത്രമേ കാണൂ. അതിന്റെ യാതൊരു മൂല്യമില്ല എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് ആ രത്നമാല കടിച്ചു പൊട്ടിച്ച് വലിച്ചെറിയുന്നത്. അതേപോലെ നാം നേടുന്ന വൈഭവം, നാം നേടുന്ന ഐശ്വര്യം, നാം നേടുന്ന ധനം, അതിലെപ്പോഴും ചിന്തിക്കണം അതില് ഈശ്വരീയത, അതിൽ ഗുരുവിന്റെ കൃപ, ഗുരുവിന്റെ അനുഗ്രഹമുണ്ടോ എന്ന്. അങ്ങനെ അനുഗ്രഹമുള്ളതായ ധനമാണ് ആത്യന്തികമായി നമ്മെ ഉയർത്തുന്നത്. അല്ലാത്തതൊരു ഘട്ടം കഴിഞ്ഞാൽ നമ്മുടെ തന്നെ വലിയ പതനത്തിന് കാരണമായിട്ട് മാറും. നമുക്ക് ഗുരുദേവൻ ഹോമമന്ത്രത്തില് പ്രേയസ് മാത്രമേ എനിക്ക് തരാവൂ എന്ന് പറഞ്ഞിട്ടില്ല. പ്രേയസ്സാണ് ഇന്ന് ലോകം മൊത്തം മനസ്സിലാക്കുന്ന ധനം, ഭൗതിക സമ്പത്ത്. മറിച്ച് എങ്ങനെയുള്ള പ്രേയസ്സാണ് വേണ്ടത്? ശ്രേയോയുക്തമായിരിക്കുന്ന പ്രേയസ്സാണ് വേണ്ടത്. ആ പ്രേയസ്സിൽ ശ്രേയസ് അടങ്ങിയിരിക്കണം. പ്രേയസ് എന്ന് പറഞ്ഞാൽ ഭൗതികമായ ധനം, ശ്രേയസ് എന്ന് പറഞ്ഞാൽ ആധ്യാത്മികമായ ധനമാണ്, ഉന്നതിയാണ്. ആ ആധ്യാത്മികമായ കരുത്ത്, ആധ്യാത്മികമായ സമ്പത്ത് അടങ്ങിയ ഉൾക്കൊണ്ട ഭൗതികമായ ധനമാണ് എനിക്ക് വേണ്ടത്. അപ്പൊ ശാരദാംബിക നമുക്ക് സർവ്വ ഐശ്വര്യത്തെ പ്രദാനം ചെയ്യുന്നുണ്ട്. സർവ്വ ഐശ്വര്യ പ്രദാത്രേ നമഃ, സർവസമ്പത് പ്രദാത്രേ നമഃ എന്ന് പുഷ്പാഞ്ജലി പറയുന്നു. സർവസിദ്ധി പ്രദാത്രേ നമഃ. ശാരദാംബിക എല്ലാ ഐശ്വര്യത്തെയും നൽകുന്നു. അപ്പൊ ആ ഐശ്വര്യം എങ്ങനെയുള്ള ഐശ്വര്യമായിരിക്കും? അത് ആധ്യാത്മികത ഉൾക്കൊണ്ട, ശ്രേയസ് ഉൾക്കൊണ്ട ഐശ്വര്യമായി. അപ്പൊ ശ്രേയസ് ഇല്ലാത്ത ഐശ്വര്യം എന്ന് പറയുന്നത് ഒരു ഘട്ടം കഴിഞ്ഞാൽ നമ്മളെ നശിപ്പിക്കും, ഉറപ്പാണ്. അപ്പൊ ആത്മനം പരമപാവനീ കല, പരമാത്മാവിന്റെ ഏറ്റവും വിശുദ്ധയായ അംശസ്വരൂപിണിയായ ജഗദംബികയുടെ അനുഗ്രഹമുണ്ടെങ്കിൽ ആ ജഗദംബിക നമ്മുടെ എല്ലാ കർമ്മങ്ങളെയും കേവലം ഭൗതികമായ കർമ്മങ്ങളാക്കി മാറ്റാതെ എന്താക്കി മാറ്റുന്നു? ആ കർമ്മങ്ങളിൽ ഈശ്വരീയതയെ നിറയ്ക്കുന്നു, ആധ്യാത്മികതയെ നിറയ്ക്കുന്നു. ഇപ്രകാരമാണ് ജഗദംബിക നമുക്ക് ഐശ്വര്യത്തെ നൽകുന്നത്. അല്ലെങ്കിൽ എന്ത് നൽകുന്നത്? ശിവാനി, മംഗളങ്ങളെ നൽകുന്നു. നമ്മൾ സാത്വിക ഭാവം നിലനിർത്തുന്നു. അതേപോലെ നമ്മുടെ ഉള്ളിലെ ഗുണങ്ങളെ കൃത്യമായി വിനിമയം ചെയ്ത് നമ്മുടെ ജീവിതത്തെ മനോഹരമായി അലങ്കരിക്കുന്നു. ആരലങ്കരിക്കുന്നു? ഗുണവിലാസ ചിത്രിതയായി. അതുപോലെ തന്നെ നമ്മുടെ കർമ്മങ്ങളിൽ ഈശ്വരീയത നിറച്ച് ആത്മനം പരമപാവനീ കലയായ ജഗദംബിക നമ്മുടെ ധനത്തെ സാർത്ഥകമാക്കി. അപ്പൊ ഈ 4 വിശേഷണങ്ങളാൽ യുക്തയായ ജഗദംബിക ഇപ്രകാരമുള്ള മംഗളങ്ങളെ നൽകി അനുഗ്രഹിക്കട്ടെ എന്നാണ് 2ാമത്തെ ശ്ലോകത്തിന് താല്പര്യം. ഇന്ന് ഇത്രയും പറഞ്ഞുകൊണ്ട് ക്ലാസ് ഉപസംഹരിക്കുന്നു. ഇതിന്റെ കൂടുതൽ ക്ലാസ് നമുക്ക് അടുത്ത തവണ കേൾക്കാം. ഓം തത്സത്ത്. ശ്രീനാരായണ ഗുരു അർപ്പണമസ്തു.